ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ കിറ്റെക് സാബു ഉൾപ്പെട്ടതോടെ പുറത്തുവന്നത് സംസ്ഥാന സർക്കാരിനെതിരെ നടന്ന മറ്റൊരു ഗൂഢാലോചന. കേരളം വ്യവസായ സൗഹൃദമല്ലെന്ന് പ്രചരിപ്പിക്കാൻ തെലങ്കാനയെ ആയുധമാക്കുകയായിരുന്നു ചിലർ. തെലങ്കാനയിൽ വ്യവസായം തുടങ്ങാൻ 25 കോടി രൂപ കൈക്കൂലി നൽകേണ്ടി വന്നുവെന്ന വിവരം പുറത്തുവന്നതിന്റെ നാണക്കേടിലാണ് സാബുവും കഥകൾ മെനഞ്ഞ മാധ്യമങ്ങളും. തെലങ്കാന സർക്കാർ വിമാനം അയക്കാം, വിമാനത്തിൽ കയറിയ ശേഷമേ കേരള സർക്കാരിനോട് പറയാവൂ, അല്ലെങ്കിൽ അവർ സമരമിരിക്കും. കിറ്റെക് സാബുവിനോട് തെലങ്കാന വ്യവസായ മന്ത്രി രാമറാവു പറഞ്ഞതായി കേരളത്തിലെ ഒരു മാധ്യമം 2021 റിപ്പോർട്ട് ചെയ്ത വാർത്തയാണിത്. കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പ്രചരിപ്പിക്കാൻ നമ്മുടെ ചില മാധ്യമങ്ങൾ സ്വീകരിച്ച മാർഗം വ്യക്തമാക്കുന്നതായിരുന്നു ഈ വാർത്തയും അതിൻ്റെ അവതരണ രീതിയും. കേരളത്തിലെ വ്യവസായ വകുപ്പിനെ ആക്ഷേപിക്കാൻ ഇത്തരം വിഭവങ്ങൾ നിരവധിയാണ് കിറ്റെക് സാബു അക്കാലത്ത് മാധ്യമങ്ങൾക്കായി വിളമ്പിയത്. സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് അന്ന് അവ ഉപയോഗിച്ചു. നിരവധി ദിവസങ്ങളിൽ കിറ്റെക് സാബുവും തെലങ്കാന വിമാനവും ഒക്കെ ചർച്ചയായി. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെ അന്ന് അക്കാര്യം ചർച്ചയാക്കിയവർ ഇന്ന് നിശബ്ദരാണ്. 25 കോടി രൂപയാണ് തെലങ്കാനയിൽ വ്യവസായം ആരംഭിക്കുന്നതിനായി കിറ്റെക് സാബുവിന് അവിടുത്തെ ഭരണകക്ഷിയായ BRSന് കൈക്കൂലിയായി നൽകേണ്ടി വന്നത്. തൻ്റെ പണം ആർക്ക് നൽകണമെന്നത് താൻ തീരുമാനിക്കുമെന്നാണ് ഈ വിഷയത്തിൽ സാബുവിൻ്റെ പുതിയ വ്യാഖ്യാനം. കേരളം തങ്ങളുടെ വ്യവസായങ്ങൾ അടച്ചുപൂട്ടിക്കുന്നു, മറ്റ് സംസ്ഥാനങ്ങൾ തങ്ങളെ വെള്ളപ്പരവതാനി വിരിച്ച് വരവേൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാനുള്ള സാബുവിൻ്റെയും ചില മാധ്യമങ്ങളുടെയും ശ്രമമാണ് ഇവിടെ തകർന്നു വീണത്. കേരളത്തെ ആക്ഷേപിക്കാനും വ്യവസായ സൗഹൃദമല്ലെന്ന് പ്രചരിപ്പിക്കാനും ചിലർ നടത്തിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വന്നതെന്ന് കുന്നത്തുനാട് MLA PV ശ്രീനിജൻ പറഞ്ഞു. കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞ് വ്യവസായ മന്ത്രിയെ അടക്കം മോശമാക്കിക്കൊണ്ട് പറഞ്ഞ് പോയ സാബു അവിടെ ചെന്ന് 25 കോടി രൂപ ഇല്ലീഗൽ ആയിട്ട് ആ 25 കോടി അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹം വ്യവസായം തുടങ്ങാൻ പോയി എന്നാണ് അദ്ദേഹം ഇപ്പോൾ അവകാശപ്പെടുന്നത്. മാത്രവുമല്ല, എന്തിനു വേണ്ടി വ്യവസായ സൗഹൃദമല്ലാത്ത ഒരു സംസ്ഥാനത്ത് നിന്ന് വ്യവസായ സൗഹൃദമായ മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയി 25 കോടി കൊടുത്ത് വ്യവസായം തുടങ്ങേണ്ട എന്ത് സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നെന്ന് ശ്രീ സാബു ജേക്കബ് തന്നെ വ്യക്തമാക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ ഒതുങ്ങുന്നതല്ല ഈ വിമർശനം. സമാന സ്വഭാവത്തിലുള്ള നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ 7.5 വർഷക്കാലത്തിനിടെ കേരളത്തിലുണ്ടായി. സകല മാധ്യമ മര്യാദകളും ലംഘിച്ച് ചിലർ അത്തരം നീക്കങ്ങളെ കൊണ്ടാടി. ഒടുവിൽ സത്യം പുറത്തു വരുമ്പോൾ സർക്കാർ നിലപാടായിരുന്നു ശരിയെന്ന് പകൽ പോലെ തെളിയുന്നു. കിറ്റെക് സാബുവും ഇലക്ട്രൽ ബോണ്ടുമാണ് ഒടുവിലത്തേത് എന്നു മാത്രം. സാലി മുഹമ്മദ്, കൊച്ചി.